ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മളൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേ ടേബിൾ സെറ്റായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 kg വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കും പിന്നെ ഈ ഒരു ഡോണറ്റും കപ്പ് കേക്കും പിന്നെ ഈ ഒരു കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 kg വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള അതായത് 2 ലെയർ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ബോസ് ബേബി തീമിലുള്ള കേക്കാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നട്ട്സ് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. കുറച്ച് ആൽമണ്ടും പിന്നെ കുറച്ച് കാഷ്യൂവും കൂടെ. പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബൂസ്റ്റ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ബൂസ്റ്റ് പൗഡറും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിലുണ്ട് നമ്മൾ മിൽക്ക്, അതായത് വെറ്റ് ചെയ്യുന്ന ഈ ഒരു മിൽക്ക്, കുറച്ച് ബൂസ്റ്റ് പൗഡറും മിൽക്ക് മെയ്ഡും മിൽക്കും കൂടെയുള്ള മിക്സാണ് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിനെ വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. അതായത് ആ ഒരു കേക്കും ക്രീമും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ. നല്ല റിച്ച് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഓരോ ലെയറിലും ഇതുപോലെ പിന്നെ നമ്മൾ ഇങ്ങനെ പ്രളയം ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. മിക്സിയിലല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ അതും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഫുള്ള് കേക്കും അസംബിൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ താഴത്തെ ലെയർ കേക്കാണ്, അതായത് ഫസ്റ്റ് ലെയറിലെ കേക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ്, കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, വൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് സ്പഞ്ചിലല്ലാണ്ട് വാനില സ്പഞ്ചിൽ വേണമെങ്കിലും റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതായത് ഇത് ഓർഡർ കൺഫേം ആക്കുന്ന സമയത്ത് കസ്റ്റമറുടെ അടുത്ത് ചോദിക്കലാണ് പിന്നെ വാനിലയിലാണോ ചോക്ലേറ്റിലാണോ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യുന്നത് അതായത് ചോക്ലേറ്റ് തന്നെയാണ്. എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും കിട്ടുന്നത്. ഇനി ഈ ഒരു സെയിം അതായത് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വാനില കേക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും, എന്നാലും കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇത് തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു 2 ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും തലേ ദിവസം തന്നെ ഇതുപോലെ എന്താ പറയുക, ഇനി ഐസിങ് ചെയ്തിട്ടില്ല, അതായത് ഫൈനൽ കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ക്രം കോട്ടെങ്കിലും ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം സെറ്റായിട്ട് നമ്മൾ അതായത് സ്റ്റാക്ക് ചെയ്യേണ്ട കേക്കല്ലേ, അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് അതായത് ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ എന്തായാലും ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫൈനൽ കോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് വെക്കാനെങ്കിലും നോക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലത്തെ ലെയറാണ് ചെയ്യുന്നത്. അത് ഞാനിവിടെ 6 ഇഞ്ചിൽ ചെയ്തിട്ടെടുത്തിരിക്കുന്ന കേക്കാണ്. അപ്പോൾ 6 ഇഞ്ചിലും 8 ഇഞ്ചിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ ചെയ്ത കേക്കാണിത്. ഇതിലൊരു ഏകദേശം ഒരു 6 ലെയറുണ്ട്. ഇതും സ്പാനിഷ് ഡിലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ബ്ലൂ കളറ് ക്രീമാണ് ചെയ്യുന്നത്. അതായത് ഫൈനൽ കോട്ട് ചെയ്യുന്നത് ബ്ലൂ കളറാണ്, ഒരു ലൈറ്റ് ബ്ലൂ, ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു 2 ഡ്രോപ്പ് ബ്ലൂവേ കൊടുത്തിട്ടുള്ളൂ. അത്രയും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു പാലറ്റ് നൈഫ് സ്ക്രൈപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കേക്കിൻ്റെ ഐസിങ്ങും പരിപാടികളൊക്കെ നമ്മൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോണ്ടൻ്റ് വർക്കിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ബോസ് ബേബി തീം ആയതുകൊണ്ട് തന്നെ അവർ റെഫറൻസ് പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ്റ് കുക്കീസാണ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ പ്രിൻറ്റും, അതായത് എഡിബിൾ അല്ലാത്ത നോർമൽ പ്രിൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഫോണ്ടൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കുക്കീസ് ഇതുപോലെ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിലേക്ക് ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട്, എന്നിട്ട് ആ ഒരു റൗണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നമ്മൾ ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ, ഒറിജിനൽ ചോക്കോ ചിപ്സ് വെച്ച് കൊടുത്താലും മതി. അത് കുറച്ച് ഇതിലേക്ക് സൈസ് കൂടുതലാണ് ഞാൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിലേറെ ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിൽ പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഒന്ന് വെള്ളം അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ആ ഒരു നെയിം, അതായത് നെയിമിൻ്റെ ഓരോ സ്പെല്ലിങ്ങും കൊടുക്കുന്നത് ഇതുപോലത്തെ സ്റ്റാറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മീഡിയം സൈസിലുള്ള സ്റ്റാർ കട്ടറാണ് എടുത്തിരിക്കുന്നത്. പറ്റ ചെറുതും അല്ല നല്ല വലുതുമല്ല. അതായത് നമ്മൾ ആ ഒരു 3 സൈസിലുള്ള സ്റ്റാർ കട്ടർ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു സൈസിലുള്ള സ്റ്റാർ കട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നല്ലോണം CMC പൗഡറോ അല്ലെങ്കിൽ തൈലോസ് പൗഡറോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ തൈലോസ് പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കുക, കാരണം നമ്മളത് സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കട്ടി വേണം. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ബാംബൂ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട്, അതായത് പുറത്തേക്ക് വരാത്ത രീതിയിൽ ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ സെൻട്രലായിട്ട് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതായത് നമ്മൾ ആ ഒരു ഫോണ്ടൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിക്കായിട്ട്, അതായത് ഡ്രൈ ആയിട്ട് വരണമല്ലോ. അപ്പോൾ ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. അപ്പോൾ നല്ലോണം സെറ്റായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ, അതായത് കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്കുള്ള ലെറ്റേഴ്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് തൈലോസ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഫോണ്ടൻ്റാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ഫോണ്ടൻ്റ് വെച്ചിട്ട് ലെറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് എടുക്കുക നെയിമിൻ്റെ.
അപ്പോൾ അതാ കുറച്ച് നമ്മൾ ആ ഒരു സ്റ്റാർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വാട്ടർ അപ്ലൈ ചെയ്താൽ അത് എന്തായാലും ചാടി പോവാതെ അതിലൊട്ടി നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അപ്പോൾ വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഓരോ ലെറ്റേഴ്സും ഓരോന്നിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫോണ്ടൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രിൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ പ്രിൻ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മളിതിൽ കേക്ക് പോപ്സ് ആണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു സെറ്റിലേക്ക്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പോപ്സും അതായത് കേക്ക് സിക്കിൾസും ഒന്നും തലേ ദിവസം റെഡിയാക്കിയിട്ട് വെക്കാറില്ല. കാരണം നമ്മൾ പുറത്ത് വെച്ചാൽ എന്താ പറയുക, ചിലപ്പോൾ അത് ഒരു ക്രാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രിഡ്ജിൽ വെച്ചാലും അതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതായത് ലാസ്റ്റ് ടൈമിൽ ഇത് അതായത് കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളൂ നമ്മൾ ഈ ഒരു സിക്കിൾസും പോപ്സൊക്കെ റെഡിയാക്കൽ. പിന്നെ ഞാൻ ഡോണറ്റ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണറ്റ് വൈറ്റ് ചോക്ലേറ്റിൽ തന്നെയാണ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സെറ്റിലേക്ക് ആകെ 6 ഡോണറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കുറച്ചധികം ഉണ്ടാക്കിയതാണ്, നമുക്ക് വീട്ടിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ കുറച്ച് കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാവും. നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കാനാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർഡർ കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഈ ഒരു ഗോൾഡൻ ബോൾസ് അല്ല സിൽവർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു ചോക്ലേറ്റിൻ്റെ സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ചോക്ലേറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അതവിടെ നല്ലോണം ഒട്ടി നിന്നോളും. പിന്നെ നമ്മൾ അതായത് സിക്കിൾസിൻ്റെ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ അതായത് നമ്മൾ സിക്കിൾസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ജസ്റ്റ് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിൽ ജസ്റ്റ് ഒരു ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു ഡ്രോപ്പ് അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് അത്രമാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു സിലിക്കോൺ മോൾഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സിലിക്കോൺ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. സിലിക്കോൺ മോൾഡ് ആകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കേക്ക് സിക്കിൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് നല്ലോണം സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ, അതായത് നമ്മൾ എന്ത് ഡെക്കറേഷൻ ആണെങ്കിലും അത് അതിൻ്റെ മുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു ചോക്ലേറ്റ് അതിൻ്റെ മുകളിലാക്കി അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കളയണ്ട, അപ്പോൾ തന്നെ അത് ഇട്ടെടുത്താൽ മതി. അപ്പോൾ പല മോഡലിലും നമ്മൾ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. ഫോണ്ടൻ്റ് ഡെക്കറേഷൻസൊക്കെ നമ്മളിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ആ ഒരു ചോക്ലേറ്റിലെല്ലാം നമ്മൾ ഈ ഒരു പോപ്സ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതും അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോപ്സിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബോസ് ബേബി തീമിലുള്ള ഈ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അതായത് അത്രയും ചെറിയ സൈസിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് ചാടി പോവാണ്ട് കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ അപ്പോൾ ഡോണറ്റ് ഇതുപോലെ നമ്മളൊരു നോർമൽ ബോക്സിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് വലിയ ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഇനി അവിടെ വേണമെങ്കിൽ നമുക്ക് കപ്പ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ ഡോണറ്റ് മാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബോക്സിൽ പിന്നെ സിക്കിൾസും പോപ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തതിൻ്റെയൊക്കെ ശേഷമാണ് പിന്നെ നമ്മളിതൊക്കെ പാക്ക് ചെയ്തിട്ട് വെക്കുന്നത്. പിന്നെ ഞാനിവിടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന അത് ആ ഒരു ഹറിബറി, അതായത് ആ ഒരു ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതായത് ഫൈനലായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രിൻറ്റും അതായത് ഫോണ്ടൻറ്റും ഒക്കെ വെച്ച് കൊടുക്കുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് ഇനി എല്ലാ വർക്കും കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള കേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷന്, അതായത് നമ്മൾ ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ്, അതായത് ഫോണ്ടൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രിൻറ്റ്, അതായത് എഡിബിൾ അല്ലാത്ത നോർമൽ പ്രിൻ്റൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് കേക്ക് സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല, അതായത് നമ്മൾ കസ്റ്റമറും തന്നെ ഹാപ്പി ആയിരുന്നു. പിന്നെ കസ്റ്റമർ സെറ്റ് ചെയ്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. അതായത് അവർ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേക്കിനൊരു എക്സ്ട്രാ ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, കസ്റ്റമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ആയിരുന്നു. കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു, നമ്മളും നല്ല ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.